ഹായ് കൂട്ടുകാരെ, സെലം ബ്ലൗസിലേക്ക് സ്വാഗതം. ഇന്ന് കൂർഗിലെ ഒരു പാപ്പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കഴിക്കാനാണ് ടേസ്റ്റ്, അല്ലാതെയും കഴിക്കാൻ കൊള്ളാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് 1.5 ഗ്ലാസ് റൈസ് പൗഡറാണ് എടുക്കുന്നത്, അതായത് പുട്ടിൻ്റെ പൊടി, അരിപ്പൊടി. അപ്പോഴേ ഇതിൻ്റെ ഇതേപോലത്തെ റവ പോലുള്ള അരി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം വീട്ടിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന സാധാരണ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പാലെന്ന് പറയുന്നത്, ഇതിൽ പാലാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1.5 ഗ്ലാസ് അരിപ്പൊടിക്ക് 2 ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കണം. പിന്നെ വെള്ളത്തിന്റെ അളവിൽ ചിലപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും, അതനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോഴിനി ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റിന് വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കുതിർന്നു വരും. അപ്പോഴും വീണ്ടും വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിരിക്കാം. ഇപ്പോഴും മാവ് ഞാൻ കുറച്ചുകൂടി പാലൊക്കെ ഒഴിച്ചു കൊടുത്തൊന്ന് കുറച്ചുകൂടി ഇതേപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായ ഷുഗർ ചേർത്ത് കൊടുക്കുക. അപ്പോഴും നല്ല മധുരം വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 സ്പൂണൊക്കെ ആണെങ്കിൽ മധുരം നല്ല കുറവായിരിക്കും. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് ചിക്കൻ കറിയുടെ കൂട്ടത്തൊക്കെ കഴിക്കാനാണ്, ചിക്കൻ കറി, ബീഫ് കറി അതിൻ്റെ കൂട്ടത്തൊക്കെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൂർഗിൽക്കാരെ ഒരു റെസിപ്പിയാണിത്, കർണാടകയിലെ കൂർഗിലെ പാപ്പുട്ട്. അപ്പോൾ ഒരുപാട് പേര് ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര ട്രെൻഡായ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കണം.